ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയം എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, നിങ്ങൾക്കിടയിൽ എന്താണ് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണ് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആയി തീരുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നോക്കാം, ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയാം, പോസിറ്റീവായിട്ടിരിക്കുക. അവരുടെ ഓവറോൾ എനർജി നോക്കുമ്പോൾ 10 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ആൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് പറയുന്ന സമയത്ത് ടവറാണ് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ ആളുടെ നിലവിലുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് 2 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ക്യൂൻ ഓഫ് വാണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു സമയത്ത് ആളുടെ സിറ്റുവേഷൻ വളരെ മോശമാണ്. വളരെ കഠിനമായ ഒരു അവസ്ഥയിൽ കൂടിയൊക്കെയാണ് ആൾ കടന്നു പോകുന്നത്. കൂടാതെ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് ടവറാണ്. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ്. ഈ ഒരു ബന്ധം തകർന്നൊരവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതാണ് ആൾ ചിന്തിക്കുന്നതും. ചില സാഹചര്യത്തിൽ ആൾ കാരണമായിരിക്കാം ഈ ഒരു ബന്ധത്തിന് തകർച്ച വന്നത്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം. എന്ത് വേണമെങ്കിലും ആവാം. അതുപോലെ തന്നെ നമുക്ക് മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് 2 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. രണ്ടിനും ഇവിടെ ഈ ഒരു ബന്ധത്തിൽ രണ്ടിനും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ടെമ്പറൻസ് എനർജിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് സ്നേഹം എന്ന് പറയുന്ന ആളെല്ലാം പകർന്നു തരാത്തൊരവസ്ഥ. എന്നാൽ നിങ്ങളിലേക്ക് നിൽക്കുന്നുണ്ട്. ആൾക്ക് മുഴുവനായിട്ടും നിങ്ങളിലേക്ക് നിൽക്കുന്നില്ല. കാരണം ആളെ ഒരു കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. കാരണം സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്നേഹമുണ്ട്, പക്ഷെ അത് മുഴുവനായിട്ട് നിങ്ങൾക്കത് കിട്ടാത്തൊരവസ്ഥ. എന്ത് തന്നെ ആയാലും ആൾ നിങ്ങളുടെ അടുത്ത് നല്ല രീതിയിലല്ല നിൽക്കുന്നത്, എന്നാൽ ആൾ നിൽക്കുന്നുമുണ്ട്. ആ ഒരു അവസ്ഥയിലാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നത്. പലപ്പോഴും നിങ്ങൾക്ക് ഫോൺ വിളിക്കുന്നുണ്ടാവും, ആൾ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നുണ്ടാവും, പക്ഷെ എപ്പോഴും ആ ഒരു ആളെ മുഴുവനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ മുഴുവനായിട്ട് ആ ഒരു സ്നേഹം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ പലപ്പോഴും ഈ വ്യക്തി ഇടയ്ക്കിടയ്ക്ക് ഒഴിഞ്ഞു മാറുന്നൊരവസ്ഥ, അല്ലെങ്കിൽ സ്നേഹം ഇടയ്ക്ക് കാണിക്കുന്നുണ്ടാവും, ഇടയ്ക്ക് തീരെ കാണിക്കാത്തൊരവസ്ഥ. എങ്ങനെയായാലും ആൾ നിങ്ങളടുത്ത് പൂർണ്ണമായിട്ടും നിൽക്കാത്തൊരവസ്ഥയിലേക്കാണ് ഇത് കാണുന്നത്. ദി വേൾഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആൾക്ക് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ആൾ നിൽക്കുന്നത്. ആൾ നിങ്ങളെ ഒഴിവാക്കുന്നില്ല എന്ന് തന്നെയാണ്. കാരണം ആൾക്ക് വേണം നിങ്ങളെ ഉപേക്ഷിക്കാൻ ആൾക്ക് പറ്റില്ല എന്നുള്ളൊരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. നിങ്ങളുമായിട്ട് മുന്നോട്ട് തന്നെ പോകണം എന്നുള്ള ഇതാണ്. മാത്രം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ കൂടുതലും കൺട്രോൾ ചെയ്യുന്ന വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ ഇടയ്ക്ക് നിങ്ങൾ തമ്മിൽ ഭയങ്കര വഴക്കുകൾ നടന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഫൈറ്റ് ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതൊക്കെ കാണുന്നുണ്ട് ഇതിൽ. പക്ഷേ എന്നിരുന്നാലും ഈ വ്യക്തിക്ക് നിങ്ങളെന്ന് പറയുന്നത് ആളുടെ ആൾക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, നിങ്ങളോട് ഭയങ്കര അട്രാക്ഷനാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് ആളിപ്പോൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തോ ഒരു പ്രശ്നം നടന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു തകർച്ചയിലേക്കൊക്കെയാണ് പോകുന്നതെങ്കിലും ഇപ്പോഴും ആൾ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം, ഒരു റിയൂണിയനൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ ഈ ഒരു ബന്ധം ഇപ്പോൾ നിലവിൽ ഒന്നെങ്കിൽ ഇത് എൻഡായി കിടക്കുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം പോകുന്നത്, അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റ് മാതിരി. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആളെ ഇടയ്ക്ക് വരും പോവും എന്നുള്ള ഒരു ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിലായിരിക്കാം നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തിയും നിങ്ങളും എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഫാമിലി ആയിരിക്കാം കേട്ടോ. ഫാമിലി എന്ന് വെച്ചാൽ ഹസ്ബൻഡ് വൈഫ് കുട്ടികളൊക്കെ അങ്ങനെയുള്ള ബന്ധമായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കാം. ഈ ഒരു വ്യക്തി നിങ്ങളെ കാണുന്നു, നിങ്ങൾ ആ വ്യക്തിയെ കാണുന്നു, ഒരു ഹസ്ബൻഡ് വൈഫ് എന്ന പോലെ. അല്ലെങ്കിൽ ഇതൊരു മാരേജിലൊക്കെ എത്തി നിൽക്കപ്പെട്ട ഒരു ബന്ധവും ആകാനുള്ള സാധ്യതയുണ്ട്.
ഇപ്പോൾ ഈ ഒരു സമയത്ത് ആൾ ഭയങ്കരം ഇതാണ് എന്താണ് എന്ന് വെച്ചാൽ ആളുടെ ലൈഫിൽ ഞാൻ പറഞ്ഞില്ലേ 2 സിറ്റുവേഷൻ ഉണ്ട്. ഒന്ന് ഒരു ഭാഗത്ത് ആൾക്ക് ആളുടെ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ വേറൊരു വ്യക്തിയായിരിക്കാം, സാഹചര്യമായിരിക്കാം. പക്ഷേ എന്താണ് ഇനി മുന്നോട്ട് എന്നുള്ള ഒരു ഇതിലാണ് ആൾ നിൽക്കുന്നത്. നിങ്ങൾ തമ്മിൽ കാസ്റ്റ് ഡിഫറൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്, ഏജ് ഡിഫറൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തിയും നിങ്ങളും ഈ ഒരു വ്യക്തി പൂർണ്ണമായിട്ടും നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തതായിട്ടാണ് കാണുന്നത്. ചില സാഹചര്യത്തിൽ ആൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം, അല്ല എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് നിങ്ങളെ വേണ്ടെന്ന് വെച്ച് പോയ വ്യക്തിയായിരിക്കാം ഇത്. പക്ഷേ ഇത് തന്നെയാണ് 10 ഓഫ് ആദ്യം കിട്ടിയ അതേ കാർഡ് തന്നെയാണ്. ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ മോശമായ സാഹചര്യത്തിലാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ആള് സ്റ്റക്കാണ് ഇപ്പോൾ നിലവിൽ. ആൾ സ്റ്റക്കായ ഒരു അവസ്ഥയിൽ കൂടിയാണ് പോകുന്നത്. ആൾക്ക് നിങ്ങളിലേക്ക് വരാൻ സാധിക്കാത്ത വിധത്തിലാണ് ആളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. എങ്കിൽ പോലും ഒരുപാട് സ്നേഹം ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളടുത്തുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. പക്ഷേ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ടെങ്കിലും ഇനി ഇതിനകത്ത് ചില സാഹചര്യത്തിൽ തേർഡ് പാർട്ടി ആയിരിക്കാം ഇതിന് കാരണം. ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഇതുകൊണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതും. ആൾക്ക് ഇപ്പോൾ സ്റ്റക്കായിട്ടിരിക്കുന്ന ആളുടെ ഫാമിലി ഓർത്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി ഇതിനകത്ത് ഉണ്ടാകാം, അല്ലെങ്കിൽ ആളുടെ സാഹചര്യമായിരിക്കാം. അയാളുടെ മനസ്സിലെന്ന് പറയുന്നത് ആൾക്ക് നിങ്ങളെ വേണം. നിങ്ങളെ തീർത്തും ആൾ ഒഴിവാക്കുന്നില്ല. ആൾക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്താൻ പറ്റുന്നില്ല. മനസ്സുകൊണ്ട് പോലും നിങ്ങളെ ഒഴിവാക്കാൻ ആൾക്ക് പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ആൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൾ തീർച്ചയായിട്ടും ആൾക്ക് നിങ്ങളെ വേണം, നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. കാരണം സദാസമയം ആൾ ഏത് സിറ്റുവേഷനിലാണെങ്കിലും ആൾക്ക് നിങ്ങളുടെ ഓർമ്മകളാണ് കൂടുതലായിട്ടും വരുന്നത്. നിങ്ങളോടുള്ള ഇഷ്ടത്തിന് യാതൊരു കുറവില്ല. ഒരുപാട് സ്നേഹം ഇപ്പോഴും ആൾക്കുണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും ആളുടെ ഇഷ്ടം കൂടിക്കൂടി വരികയാണ്. പക്ഷേ ഇതിനകത്തൊരു തേർഡ് പാർട്ടി, ഞാൻ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി സാഹചര്യമോ കണക്ഷനോ ഉള്ളതുകൊണ്ടാണ് ആൾക്ക് ഒരു ഡിസിഷനും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷേ ഇപ്പോഴും ആൾ ഭയക്കുന്നുണ്ട് നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം. പക്ഷേ ഇതിനു വേണ്ടി ആൾക്ക് എഫേർട്ട് എടുക്കണം എന്നുള്ള ഒരു ചിന്തയൊക്കെ വരുന്നുണ്ട്. പക്ഷേ അത്രയും സ്നേഹം ഈ ഒരു സമയത്ത് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് ആൾ നല്ല രീതിയിൽ. കാരണം ഇത് ഇങ്ങനെ ഒരു സംഭവം വന്നത് തന്നെ ഇപ്പോൾ ആൾക്കൊരു തിരിച്ചറിവ് യൂണിവേഴ്സായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ വില എത്രത്തോളം ഉണ്ടെന്നുള്ളത് തിരിച്ചറിവാണ് ഈ വ്യക്തിയെ കൂടുതൽ നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നത്. ഇപ്പം നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ ഒരു ഈഗോ ഉള്ള ഒരു വ്യക്തിയാണ്, നല്ല കടുംപിടുത്തം വാശിയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്, ദേഷ്യമൊക്കെ ഉള്ള വ്യക്തിയാണ്. പക്ഷെ നിങ്ങൾ തമ്മിൽ എന്തോ ഒരു വഴക്ക് നടന്നിട്ടുണ്ട് കേട്ടോ, നല്ല രീതിയിൽ കാണുന്നുണ്ട് ഇതിൽ. പക്ഷേ ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളെ സ്വന്തമാക്കണം എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയാണ്. ആൾക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞതിൽ വളരെയേറെ വിഷമം അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് മൂന്നാമത് ഒരു വ്യക്തി കുറച്ച് പേർക്ക് അങ്ങനെ കാണുന്നുണ്ട്. ഈ ഒരു വ്യക്തിക്ക് വേറൊരു വ്യക്തിയാണ്, മൂന്നാമതൊരു വ്യക്തി ഉണ്ട്, അതായത് ഒരു തേർഡ് പേഴ്സൺ ഇതിനകത്തുണ്ട്. നിങ്ങളെ കൂടാതെ തന്നെ വേറെ ഒരാളുമായിട്ട് 10% പേർക്ക് മാത്രമാണ് അത് കാണുന്നത്. വേറൊരാളുമായിട്ട് ഈ വ്യക്തിക്ക് കണക്ഷൻ ഉണ്ട്. പക്ഷെ ആ ഒരു ബന്ധത്തിൽ ഈ വ്യക്തി കുറച്ച് നിൽക്കാനാവുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ആ വ്യക്തിക്കും ആ മൂന്നാമതൊരു വ്യക്തിക്കും ഇതിൽ കാണുന്നുണ്ട്, അവർക്കും നിങ്ങളുടെ വ്യക്തിയിലേക്ക് നല്ല രീതിയിലല്ല അവരും നിൽക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇതിന് 4 ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കാരണം ഈ ഒരു വ്യക്തി ചില സാഹചര്യത്തിൽ ആ മൂന്നാമതൊരു വ്യക്തി നിങ്ങളുടെ ബന്ധം അറിഞ്ഞതിൻ്റെ ഇതായിരിക്കാം ഈ ഒരു വ്യക്തിയെടുത്ത് നല്ല രീതിയിലല്ല നിൽക്കുന്നത്. ചില സാഹചര്യത്തിൽ നിങ്ങളുടെ ബന്ധം ആ വ്യക്തി അറിഞ്ഞിട്ടുണ്ടാവാം, മൂന്നാമതൊരു വ്യക്തി അറിഞ്ഞിട്ടുണ്ടാവാം. അതുമൂലമാണ് ഇത് ഇവിടെ കണ്ടോ ടവർ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കിട്ടിയതും ടവറാണ്. അപ്പം നിങ്ങളുടെ തകർച്ച അതുവഴിയാണ് നടന്നിരിക്കുന്നത്. അതായത് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധം ഒന്നെങ്കിൽ അറിഞ്ഞ് കാണും, അതിന് ശേഷമാണ് ഈ വ്യക്തിയെടുത്ത് നേരെ നിൽക്കാത്തത്. അല്ലെങ്കിൽ അത് ഫാമിലി ആകാം, അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു വ്യക്തി തന്നെ ആകാം. നിങ്ങളുടെ ബന്ധം മനസ്സിലാക്കിയതോടുകൂടിയാണ് ഈ വ്യക്തിയുടെ സ്വഭാവത്തിലും മാറ്റം വന്നിരിക്കുന്നത് കേട്ടോ. ആളും നിങ്ങളടുത്ത് ഭയങ്കര ദേഷ്യം, നിങ്ങൾ സംസാരിക്കുമ്പോഴും നിങ്ങളടുത്ത് ഭയങ്കര ദേഷ്യമായിരിക്കാം സംസാരിക്കുന്നത്, നിങ്ങളടുത്ത് നല്ല രീതിയിൽ നിൽക്കുന്നുണ്ടാവില്ല. പക്ഷേ ആദ്യമൊക്കെ അങ്ങനെ ആയിരിക്കില്ല. ആദ്യമൊക്കെ നല്ല പോലെ നിങ്ങളുടെ കണക്ഷൻ നല്ല പോലെ മുന്നോട്ട് പോയ കണക്ഷൻ ആയിരിക്കാം. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു തേർഡ് പാർട്ടി അറിഞ്ഞതിൻ്റെ കാരണമാണ്. കാരണം ഈ ഒരു വ്യക്തിക്ക് ആ തേർഡ് പാർട്ടി എടുത്ത് ഇപ്പോൾ നേരെ നിൽക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു സമയത്ത് ആ തേർഡ് പാർട്ടിയുടെ സ്നേഹത്തിൽ ആൾക്ക് അങ്ങോട്ട് ഒരുപാട് സ്നേഹം ആൾക്ക് കൊടുക്കാത്തതിൻ്റെ ഇതാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ കാര്യം കണ്ടുപിടിച്ചത്. മനസ്സിലായോ? തേർഡ് പാർട്ടിയിലേക്ക് ഈ വ്യക്തിക്ക് അങ്ങനെ വലിയൊരു സ്നേഹമൊന്നും ആളില്ല, അതല്ലേ കാണുന്നുണ്ട്. അവർ തമ്മിൽ എപ്പം വഴക്കും കാര്യങ്ങളൊക്കെയാണ്. കാരണം ഈ വ്യക്തിയുടെ മനസ്സും കൂടുതലും
നിങ്ങളിലേക്കാണ് കണക്റ്റ് ആവുന്നത്, നിങ്ങളുടെ അടുത്താണ് ഓവറായിട്ട് സ്നേഹിക്കുന്നതൊക്കെ ചെയ്യുന്നത്. തേർഡ് പാർട്ടിയോട് ആളവിടെ നിൽക്കുന്നു എന്ന് മാത്രം. പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി അങ്ങനെ തന്നെയാണ്. ഇയാൾക്കൊരു വിലയും നിലയും ഒന്നും കൊടുക്കുന്നില്ല. പക്ഷേ എന്തോ നിങ്ങളുടെ കാര്യം ആ തേർഡ് പാർട്ടി അറിഞ്ഞിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനൊരു തകർച്ച നിങ്ങൾക്കിടയിൽ വന്നത്. ഈ ഒരു വ്യക്തി തീർത്തും നിങ്ങളെ ഒഴിവാക്കിയ അതുപോലെ നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞു പോയതായിരിക്കാം, അല്ലെങ്കിൽ ആൾ സൈലൻ്റായിട്ട് ഇറങ്ങിപ്പോയതായിരിക്കാം, അല്ലെങ്കിൽ വീണ്ടും ഇത് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എങ്ങനെ ആയാലും ഈ ഒരു തേർഡ് പാർട്ടി അറിഞ്ഞതിൻ്റെ പിന്നിലാണ് ഈ ഒരു സംഭവം വന്നിരിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് ആ വ്യക്തിയായിട്ട് ഇതാക്കിയല്ല. തേർഡ് പാർട്ടി ഈ വ്യക്തിയെടുത്ത് അതുപോലെ പെരുമാറുന്നതുകൊണ്ടാണ്. തീർത്തും ആളെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്ത് എന്തൊക്കെയോ തരത്തിൽ ആൾ സംസാരിക്കുന്നതുകൊണ്ടാണ് ഈ വ്യക്തിക്ക് സഹി കെട്ടിട്ടാണ് ആൾ അങ്ങനെ ചെയ്യുന്നത്. ഇതൊക്കെയാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ആൾക്ക് നിങ്ങളെ വേണം, നമുക്കിവിടെ ചാരിയിട്ട് വന്നിട്ടുണ്ട്, എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി ആൾക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്താനാവില്ല, നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരണം എന്നുള്ള ഒരു മനസ്സോടു കൂടിയാണ് ആളിപ്പോഴും നിൽക്കുന്നതെന്നാണ് കാണുന്നത്. ഇത് ആൾ ചില സാഹചര്യത്തിൽ സീക്രട്സ് ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് നടക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഒന്നും പറയുന്നുണ്ടാവില്ല. തുറന്ന് പറയാത്തൊരു വ്യക്തിയുടെ എനർജിയാണിത്. കാരണം എല്ലാം ഈ വ്യക്തി പറയുന്നില്ല. ഇപ്പോഴും നിങ്ങളടുത്ത് അങ്ങനെ എല്ലാം പറയുന്നുണ്ടാവില്ല, മുഴുവനും ആയിട്ട് നിങ്ങളടുത്ത് പറയുന്നുണ്ടാവില്ല. കൂടുതലും ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത്. ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട് ആൾ വരും കേട്ടോ. തീർച്ചയായിട്ടും ആൾ നിങ്ങളിലേക്ക് വരും. നമുക്ക് നോക്കാം ഇതാർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന്. ബ്യൂട്ടീഷ്യൻ, പത്തനംതിട്ട, പർപ്പിൾ കളർ, ഡ്രൈവർ ഈ ആണ് വന്നിരിക്കുന്നത്. ജൂൺ മാസം, മൂലം നക്ഷത്രം, അനിഴം വന്നിട്ടുണ്ട്. വൈറ്റ് ബട്ടർഫ്ലൈസ്, യു ആണ് വന്നിരിക്കുന്നത്, ലെറ്റർ യു. പുണർത്തം വി വന്നിട്ടുണ്ട്, ലെറ്റർ വി. തിരുവാതിര, റീയൂണിയൻ ഉണ്ടാകും നിങ്ങൾ തമ്മിൽ. ലെറ്റർ ഡി ആണ് വന്നിരിക്കുന്നത്, 28, 35. സ്റ്റുഡൻറ്റ് എന്ന് കിട്ടിയിട്ടുണ്ട്, ഗവൺമെൻറ് ജോലിയുള്ളവരായിരിക്കാം. 29 ജനുവരി, ലെറ്റർ എം ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വ്യക്തിയിൽ നിന്നും കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു റീഡിങ്ങിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യൂ. താങ്ക്